അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. So we are going for the next question, that is find the number of ways in which a pack of 52 cards be equally divided among four persons sitting at a round table. ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും 4 പേര് ഇരിക്കുകയാണ്. അവർക്ക് 52 കാർഡ്സ്, അതായത് നമ്മുടെ ഡെക്ക് ഓഫ് കാർഡ്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. 52 കാർഡ്സ് നമ്മൾ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം. 4 പേർക്കും ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, സക്സസ്ഫുള്ളി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർഡ്സിനെ പറ്റി അറിയാം. ഓക്കെ, കാർഡ്സിനെ നമുക്ക് പറ്റി അറിയാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ കയ്യില് 52 കാർഡ്സ് എന്ന് പറയുമ്പോൾ അയാളെ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. 52 കാർഡ്സ് എന്ന് പറയുമ്പോൾ അതില് 26 എണ്ണം റെഡും 26 എണ്ണം ബ്ലാക്കുമാണ്. പലർക്കും കാർഡിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാം, എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ. 26 എണ്ണം റെഡും 26 എണ്ണം ബ്ലാക്കുമാണ്. ആ 26-ല് 13 റെഡില് 13 പേര് ഹാർട്ടും, ബാക്കി 13 പേര് ഹാർട്ടും ഡയമണ്ടുമാണ്. 13 പേര് ഹാർട്ടും 13 പേര് ഡയമണ്ടും. അതായത് നമ്പേഴ്സ് ഫ്രം 2 to 10, പിന്നെ എയ്സ്, കിങ്, ക്വീൻ, ജാക്ക്. ഇതാണ് കാർഡിന്റെ ഒരു രീതി. നമ്പേഴ്സ് ഫ്രം 2 to 10 പിന്നെ എയ്സ്, കിങ്, ക്വീൻ, ജാക്ക്. ഇതാണ് ഒരു കാർഡിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഡയമണ്ടിൽ ഉണ്ടാകുന്നത്. എയ്സ്, 2 to 10, കിങ്, ക്വീൻ ആൻഡ് ജാക്ക്. അത് തന്നെയാണ് എല്ലാ കാർഡിലും ഉള്ളത്. പക്ഷേ അവിടെയുള്ള സിമ്പിൾ വേറെ ആയിരിക്കും എന്നേ ഉള്ളൂ. നിങ്ങൾ കാർഡ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം. ഹാർട്ട്, 12 ഹാർട്ട്, 13 ഹാർട്ട്സ് ആൻഡ് 13 ഡയമണ്ട്സ്. നൗ കമ്മിങ് ടു ബ്ലാക്ക്, 13 എയ്സും 13 സ്പെയ്ഡും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എയ്സ്, വേറെ എന്തോ പേരാണ്. എയ്സ് അല്ല, അത് പേര് സ്പേഡ്സ് ആൻഡ് ക്ലബ്സ്. അപ്പോ ഇതാണ് കാര്യം. അതായത് 52 കാർഡില് 26 എണ്ണം റെഡും 26 എണ്ണം ബ്ലാക്കും. ആ 26 റെഡില് 13 ഹാർട്ടും 13 ബ്ലാക്കും, 13 ഡയമണ്ടും. അതുപോലെ 26 ബ്ലാക്കില് 13 എണ്ണം ക്ലബും 13 എണ്ണം സ്പെയ്ഡ്. ഈ 13 പേര് ആരൊക്കെയാണ്? എയ്സ് 2, 3, 4 to 10, പിന്നെ കിങ്, ക്വീൻ, ജാക്ക്. അങ്ങനെയാണ് നമ്മൾ 13 കാർഡ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആ ഒരു കാർഡിന്റെ ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് കാർഡിനെയാണ് നമുക്ക് നമ്മുടെ സർക്കിളിൽ, അതായത് ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുന്ന, റൗണ്ട് ടേബിളിൽ ഇരിക്കുന്ന 4 പേർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോ അതെങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, the number of ways in which a pack of 52 cards be divided
into 4 equal groups. Into 4 equal groups. 4 ഈക്വൽ ഗ്രൂപ്പ് ആയിട്ട് എങ്ങനെ 52 കാർഡിനെ ഡിവൈഡ് ചെയ്യാം? അതിന് എത്ര സാധ്യതകളാണ് ഉള്ളത്? ആദ്യം നമുക്ക് 4 ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ട് അയാളെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ടല്ലേ 4 പേർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം അയാളെ ഡിവൈഡ് ചെയ്യാം. അപ്പോ നമ്മുടെ കയ്യിൽ 52 കാർഡ് ഉണ്ട്. 52 ഫാക്ടോറിയൽ. 52 ഫാക്ടോറിയൽ. ഡൺ, കഴിഞ്ഞു. ഇതില് 13 കാർഡുകൾ എന്താണ്? ഹാർട്ടാണ്, റെപ്പറ്റീഷൻ ആണ്. 13 കാർഡുകൾ ഹാർട്ടാണ്. അപ്പൊ റെപ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ അയാൾ ഡിവൈഡ് ചെയ്യണം. 13 ഫാക്ടോറിയൽ. ആൻഡ് എഗെയിൻ 13 കാർഡുകൾ എന്താണ്? ഡയമണ്ട് ആണ്, റെപ്പറ്റീഷൻ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ. ഇനി 13 കാർഡുകൾ ക്ലബ് ആണ്. അപ്പോ എഗെയിൻ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ. വീണ്ടും 13 കാർഡുകൾ സ്പെയ്ഡ് ആണ്, റെപ്പറ്റീഷൻ, അതുകൊണ്ട് 13 ഫാക്ടോറിയൽ. അപ്പൊ 52 കാർഡുണ്ട്. ആ 52 കാർഡില് ഓരോ 13 കാർഡും റെപ്പറ്റീഷൻ ആണ്. 13 കാർഡ് ഹാർട്ടാണ്, 13 കാർഡ് ഡയമണ്ട് ആണ്, 13 കാർഡ് ക്ലബ് ആണ്, 13 കാർഡ് സ്പെയ്ഡ് ആണ്. അപ്പൊ റെപ്പറ്റീഷൻ ഉള്ളത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. മോറോവർ ഇപ്പൊ ഹാർട്ടില് എയ്സ് ഉണ്ട്, ഡയമണ്ടില് എയ്സ് ഉണ്ട്, ക്ലബില് എയ്സ് ഉണ്ട്, സ്പെയ്ഡില് എയ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഹാർട്ടില് 2 എന്ന നമ്പർ ഉണ്ട്, ഡയമണ്ടില് 2 എന്ന നമ്പർ ഉണ്ട്, ക്ലബില് 2 എന്ന നമ്പർ ഉണ്ട്, സ്പെയ്ഡില് 2 എന്ന നമ്പർ ഉണ്ട്. സിമിലർലി ഹാർട്ടില് കിങ് ഉണ്ട്, ഡയമണ്ടില് കിങ് ഉണ്ട്, ക്ലബില് കിങ് ഉണ്ട്, സ്പെയ്ഡില് കിങ് ഉണ്ട്. അതായത് ഓരോ 13 കാർഡ്സിലും, ഓരോ ആ 13 ഗ്രൂപ്പ് ഓഫ് കാർഡ്സിലും 4 പേർ വെച്ച് സെയിം ആണ്. 4 പേർ വെച്ചിട്ട് സെയിം ആണ്. അതായത് എല്ലാവർക്കും ഈ 13 ഗ്രൂപ്പ് ഓഫ് കാർഡ്സിൽ എല്ലാവർക്കും കിങ് ഉണ്ട്, എല്ലാവർക്കും ക്യൂൻ ഉണ്ട്, എല്ലാവർക്കും ജാക്ക് ഉണ്ട്, ആൻഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് 4 പേർ വെച്ചിട്ട് റെപ്പറ്റീഷൻ ആണ് അവിടെ. 4 പേർ വെച്ചിട്ട് റെപ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. അപ്പൊ എന്താണ് നമ്മൾ അവിടെ ചെയ്തത് നോക്കുക. 52 കാർഡാണ് നമുക്കുള്ളത്. 52 ഫാക്ടോറിയൽ നമ്പർ ഓഫ് വേസ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ്. പക്ഷേ അവിടെ റെപ്പറ്റീഷൻസ് ഉണ്ട്. അതായത് എന്താണ്? 13 കാർഡ്സ് are of hearts, 13 cards are of diamonds, 13 cards are of clubs, and 13 cards are of spades. കഴിഞ്ഞു. അപ്പോ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ, 13 ഫാക്ടോറിയൽ, എക്സെട്ര 13 ഫാക്ടോറിയൽ. ഇനി അതിനകത്ത് 4 കാർഡ് വെച്ച് റെപ്പറ്റീഷൻ ഉണ്ട്. അതായത് എല്ലാവർക്കും കിങ് ഉണ്ട്. ഈ 13 എണ്ണത്തില് 13 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഓരോ എണ്ണത്തിലും കിങ് ഉണ്ട്, ഓരോ എണ്ണത്തിലും ക്വീൻ ഉണ്ട്, ഓരോ എണ്ണത്തിലും ജാക്ക് ഉണ്ട്. അതായത് 4 പേർ വെച്ചുണ്ട്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. Therefore, which is equal to 52 factorial divided by 13 factorial the whole raised to 4 into 4 factorial. Into 4 factorial. ഓക്കെ, അപ്പൊ ഇത് ഒരു വലിയ നമ്പറാണ്. നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇയാളൊരു വലിയ നമ്പറാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട. കാൽക്കുലേറ്ററിലൊന്നും പറ്റത്തില്ല, ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് ഇപ്പൊ കാൽക്കുലേറ്ററിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വെട്ടിക്കളഞ്ഞാലുവേ പെട്ടെന്നൊന്നും തീരത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇയാളെ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതുക. വേറൊന്നും ചെയ്യണ്ട. നൗ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുകയല്ല, റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കുലർ പെർമ്യൂട്ടേഷനും കൂടെ ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവും. അതായത് the above 4 packs of card, 4 packs of card can be distributed among 4 persons in a round table. റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുന്നതില് എത്ര രീതിയിൽ അയാളെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. റൗണ്ട് ടേബിൾ ഈസ്, നിങ്ങൾക്കറിയാം n പേരാണ്, n ആൾക്കാരൊരു
റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിപ്പുണ്ടെങ്കിൽ അയാളുടെ കൈൻഡ് ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് n-1 ആണ്. ഇവിടെ 4 പേരാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 4 - 1 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 3 ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് 3 ഫാക്ടോറിയൽ. അതായത് ആ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെയും നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെയും നമുക്ക് സ്ഥാനം മാറ്റിയൊക്കെ ഇരുത്താം, പല പല രീതിക്ക് ഇരുത്താം. അപ്പൊ അവർക്ക് കിട്ടുന്ന പാക്ക് ഓഫ് കാർഡ്സ് മാറി മാറി വരും. അപ്പൊ കാർഡ്സിനെ ഷഫിൾ ചെയ്യാം, നമുക്ക് ആ റൗണ്ട് ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരെയും ഷഫിൾ ചെയ്യാം. ഓക്കെ, കാർഡ്സിനെ ഷഫിൾ ചെയ്യാം, റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഷഫിൾ ചെയ്യാം. അപ്പോൾ കാർഡ്സിനെ ഷഫിൾ ചെയ്യുന്ന ഇത്രയും പെർമ്യൂട്ടേഷൻ ആണ് ദിസ് പെർമ്യൂട്ടേഷൻ. ആൻഡ് പേഴ്സൺസിനെ പെർമ്യൂട്ട് ചെയ്യുന്നത് 3 ഫാക്ടോറിയൽ ടൈംസ്. Therefore, hence the required number is നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാർഡ്സിനെ പെർമ്യൂട്ട് ചെയ്യുന്നത് 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ the whole raised to 4 into 4 factorial multiplied by how many ways the 4 persons can be permuted, that is 3 factorial ways we are done. 3 factorial ways, that is done. കഴിഞ്ഞു കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ നമ്മൾ ചെയ്തത് കാർഡിനെ എങ്ങനെയൊക്കെ ഷഫിൾ ചെയ്യാമെന്ന് എടുത്തു, മാത്രമല്ല ആ പേഴ്സൺസിനെ, ആ റൗണ്ട് ടേബിളിൽ ഇരിക്കുന്ന പേഴ്സൺസിനെ എങ്ങനെ ഷഫിൾ ചെയ്യാമെന്ന് എടുത്തു. അത്രയും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് വി ആർ ഡൺ വിത്ത് ദിസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 5 gentlemen and 4 ladies in how many ways they can be seated in a round table, if no two ladies are to be together. Done. അതായത് നമ്മുടെ കയ്യില് 5 ജെന്റിൽമെനും 4 ലേഡീസും ആണ് ഉള്ളത്. ഇവരെ നമുക്ക് ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും സീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 2 സ്ത്രീകൾ ഒരുമിച്ച് വരാൻ പാടില്ല. ആ രീതിയിൽ വേണം ഇയാളെ സീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻസ് അവൈലബിൾ ആണ്, എത്ര രീതിയിൽ അയാളെ സീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുകയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഫിഗർ വരയ്ക്കണമെന്നൊന്നുമില്ല. റൗണ്ട് ടേബിൾ ഞാൻ വരച്ചു. 5 ജെന്റിൽമാൻ ആണല്ലോ ഉള്ളത്. ഞാൻ ആദ്യം അതിൽ 5 പേരെ ആ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുത്തുകയാണ്. 2, 4, 5 പേരെ ഞാൻ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുത്തി. ജെന്റിൽമാൻ ഇരുത്തിയതാണ് കേട്ടോ. 5 പേരെ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുത്തി. 5 പേരെ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുത്തേണ്ട പെർമ്യൂട്ടേഷൻ നിങ്ങൾക്ക് അറിയാം. 5 - 1 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 4 ഫാക്ടോറിയൽ. അതിലേക്ക് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. 5 പേരെ ഇരുത്താനുള്ള രീതി നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ തർക്കിക്കാൻ വരുന്നില്ല. അത് നമുക്കറിയാം. 5 പേരെ സർക്കുലർ ടേബിളിന് ചുറ്റും ഇരുത്താനുള്ള പെർമ്യൂട്ടേഷൻ ദാറ്റ് ഇസ് 5 - 1 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 4 ഫാക്ടോറിയൽ. ഡൺ വിത്ത് ദാറ്റ്. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? ഈ വേക്കന്റ് ആയിട്ടുള്ള സ്പേസിൽ വേണം നമ്മൾ ആരെ ഇരുത്താൻ? ലേഡീസിനെ ഇരുത്താൻ. എങ്കിലേ 2 ലേഡീസ് ഒരുമിച്ച് വരാതിരിക്കത്തുള്ളൂ. വേക്കന്റ് ആയിട്ടുള്ള ഈ സ്പേസിൽ വേണം നമ്മൾ 4 ലേഡീസിനെ ഇരുത്താൻ. such that no two ladies are together. അങ്ങനെയാണെങ്കിൽ എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5. 5 പ്ലേസസ് ആണ് നമുക്കുള്ളത്. ലേഡീസിനെ ഇരുത്താൻ 5 പ്ലേസസ്. ഈ 5 പ്ലേസസിൽ എവിടെ വേണോ ഇരുത്താം. എവിടെ ഇരുത്തിയാലും 2 ലേഡീസ് ഒരുമിച്ച് വരത്തില്ല. അപ്പൊ there are 5 places and 4 ladies.
5 പ്ലേസും ഉണ്ട്, 4 ലേഡീസും ഉണ്ട്. അവിടെ വേണം നമ്മൾ ആരെ എഴുതാൻ, 4 ലേഡീസിനെ എഴുതാൻ. അപ്പോൾ എങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ദാറ്റ് ഇസ് 5p4 പോസിബിലിറ്റീസ്. അപ്പൊ ഞാൻ ചെയ്ത കാര്യം നോക്കുക. നമ്മൾ വെറുതെ ചെയ്യുന്ന പോലെ അല്ല, നിങ്ങൾ അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കണം. എന്താണ്? റൗണ്ട് ടേബിൾ എടുത്തു. ആദ്യം ഞാൻ 5 മെന്നിനെ റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുത്തി. നമ്മുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, സ്ത്രീകൾ 2 സ്ത്രീകൾ ഒരു കാരണവശാലും ഒരുമിച്ച് വരാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിൽ വെച്ചു. അതുകൊണ്ട് ആദ്യം തന്നെ ബോയ്സിനെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതി. സച്ച് ദാറ്റ് എന്താണ്, അവർ തമ്മിൽ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ലേഡിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ഒരു ലേഡി അതിനിടയിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 2 ലേഡീസ് ഒരുമിച്ച് വരില്ല. അപ്പൊ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള കാര്യം നടക്കും. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എണ്ണി നോക്കി. അതായത് ഇവിടെ എല്ലാം കൂടെ 5 പ്ലേസസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. 5 പ്ലേസസ്, 4 ലേഡീസ് ആണ് അവൈലബിൾ. 5p4 ways. ഇതിനിടയിലെ 5p4 ways നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത്, ഫസ്റ്റ് വി അറേഞ്ച് 5 persons, 5 gentlemen around the round table in 5-1 factorial ways. That is 4 factorial ways. 4 factorial ways നമുക്ക് ആരെ അറേഞ്ച് ചെയ്യാം? ഈ ജെന്റിൽമെനെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം there are 5 vacant space in the round table to accommodate 4 ladies, so that no 2 ladies are together. 2 ലേഡീസ് ടുഗദർ വരാതെ ലേഡീസിനെ പ്ലേസ് ചെയ്യാൻ 5 പ്ലേസസ് അവൈലബിൾ ആണ്. Therefore 5p4 ways we can accommodate ladies. Okay, അതായത് ഈ റൗണ്ട് ടേബിളിന് ചുറ്റും നമുക്ക് 5-1 ഫാക്ടോറിയൽ വേസിൽ ജെന്റിൽമാനെ അറേഞ്ച് ചെയ്യാം. അവരുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, അതായത് 5 പ്ലേസ് ഗ്യാപ്പില് നമുക്ക് 5p4 വേസിൽ 4 ലേഡീസിനെ അക്കോമഡേറ്റ് ചെയ്യാം. Therefore required number is 4 factorial into 5p4. 4 factorial into 5p4. ഓക്കെ, രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എഴുതിയ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore this is equal to 4 factorial എന്ന് പറയുമ്പോൾ 24 into 5p4 എന്ന് പറയുമ്പോൾ 5 factorial divided by 4 factorial, that is 24 into 5. 24 into 5, that is equal to 120. That is equal to 120 different ways. 4 factorial into 5p4, that is 120 different ways. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. 5p4ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിലാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഡെഫിനിഷൻ തെറ്റിപ്പോയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതായത് 5p4 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5-4 ഫാക്ടോറിയൽ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് തെറ്റിച്ചതാണ്. 5-4 ഫാക്ടോറിയൽ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. which is equal to 24 into 5 factorial divided by 1 factorial. 1 factorial 1 തന്നെയാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. which is equal to 24 into 5 factorial എന്ന് പറയുമ്പോൾ 120 ആണ്. 120
24 into 120 is equal to 2880. 24 into 120 എന്ന് പറയുമ്പോൾ 24880. There are 2488 zeros in which the particular arrangement can be done. Particular arrangement can be done. കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്തത് ആ ഒരു ലോജിക്ക് നോക്കുക. ആദ്യം ബോയ്സിനെ അറേഞ്ച് ചെയ്തു. ബോയ്സ് എങ്ങനെ വന്നാലും നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ലേഡീസ് എന്ത് ചെയ്യണമായിരുന്നു? ആ രണ്ടുപേർ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബോയ്സിനെ അറേഞ്ച് ചെയ്ത് അതിനിടയിലുള്ള ഗ്യാപ്പിൽ ലേഡീസിനെ എടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അത് 5 പേരെ എഴുതി കഴിഞ്ഞ് നോക്കിയപ്പോൾ 5 പ്ലേസസ് അവൈലബിൾ ആണ്. സോ ദാറ്റ് ലേഡീസ് ക്യാൻ ബി അറേഞ്ച് ഇൻ എന്താണ് ഇൻ ദ റിക്വയർഡ് മാനർ. അപ്പോൾ അറേഞ്ച് ചെയ്യാൻ ദാറ്റ് ഇസ് 5p4 ways. അപ്പൊ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ ആയി 288 ways. കഴിഞ്ഞു. അപ്പൊ അതാണ് കാര്യം. Now, next question. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും കാര്യമായി തന്നെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many numbers between 300 and 3000 can be formed with the digits 0, 1, 2, 3, 4, 5. 0, 1, 2, 3, 4, 5. If no digit is being repeated in any number. 300ന്റെയും 3000ന്റെയും ഇടയിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? യൂസിങ് ഡിജിറ്റ് 0, 1, 2, 3, 4, 5 ഈ ഡിജിറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഈ 6 പേര് ഈ 6 ഡിജിറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള, അതായത് 800 830 എന്ന് പറയുന്ന നമ്പർ ഒന്നും വരാൻ പാടില്ല. മനസ്സിലായോ? 800 ഒക്കെ 8 യൂസ് ചെയ്യുന്നില്ലേ, അതൊന്നും വരാൻ പാടില്ല. മാത്രമല്ല 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. സേ ഫോർ എക്സാമ്പിൾ 330 300ന്റെയും 3000ന്റെയും ഇടയിലാണല്ലോ, പക്ഷെ അവിടെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 3. അത് പറ്റില്ല. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? സേ ഫോർ എക്സാമ്പിൾ 345 340 ഇതൊക്കെ ഈ ഒരു പാർട്ടിക്കുലർ ഡെഫിനിഷനിൽ വരുന്ന നമ്പേഴ്സ് ആണ്. കണ്ടല്ലോ? അപ്പൊ 300ന്റെയും 3000ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? സച്ച് ദാറ്റ് ദ നമ്പർ ഷുഡ് ബി ഫോംഡ് യൂസിങ് 0, 1, 2, 3, 4, 5 digit 0, 1, 2, 3, 4, 5 and no digit is repeating. കഴിയും. ഇതാണ് നമുക്ക് അറിയാനുള്ളത്. എത്ര ഡിജിറ്റ് ഉണ്ട് എന്നാണ് അറിയാനുള്ളത്. ശരി, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒബ്സർവേഷൻ ഇതാണ്. numbers between 300 and 3000 maybe 3 digit or a 4 digit number or a 4 digit number. Okay, 300ന്റെയും 3000ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ 3 ഡിജിറ്റോ അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പറോ ആയിരിക്കും. ആണല്ലോ, അതിൽ പ്രശ്നമില്ല. ശരി, അപ്പൊ അതറിയാം 3000 എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് ആണ്. അപ്പൊ 4 ഡിജിറ്റ് നമ്പറോ ആയിരിക്കും. അപ്പോ നമ്മൾ ആദ്യം 3 ഡിജിറ്റ് നമ്പർ എത്ര പേരുണ്ടെന്ന് നോക്കാം. 3 ഡിജിറ്റ് നമ്പർ എത്ര പേരുണ്ടെന്ന് നോക്കാം. First we consider 3 digit numbers. 3 digit numbers. അപ്പൊ 3 ഡിജിറ്റ് ഉള്ള നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, 3 പ്ലേസ് ആണ് ഉള്ളത്. ഡിജിറ്റ് കൊടുക്കാം, 3 പ്ലേസ് ആണ് ഉള്ളത്. ഓക്കെ, 3 പ്ലേസ് ആണ് ഉള്ളത് നമുക്ക്. ഡൺ. അപ്പൊ നമ്മള് ഓരോ പ്ലേസിലും ആരെയൊക്കെ കൊടുക്കാൻ നോക്കാം. ഫസ്റ്റ് പ്ലേസ് 300ന്റെയും 3000ന്റെയും ഇടയിലുള്ള നമ്പറാണ്. അപ്പൊ 300-നേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഈ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ആളുണ്ടല്ലോ, ഈ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ആള് 0 ആകാൻ പറ്റത്തില്ല.
ഉറപ്പായിട്ട് 0 ആകാൻ പറ്റത്തില്ല. ഫസ്റ്റ് പ്ലേസ് 0 ആയി കഴിഞ്ഞാൽ അയാൾ ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിപ്പോകും. ഫസ്റ്റ് പ്ലേസ് 0 ആയി കഴിഞ്ഞാൽ അയാൾ 2 ഡിജിറ്റ് നമ്പർ ആയിപ്പോകും. അത് നടക്കില്ല. 1 ആകാൻ പറ്റത്തില്ല. ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ 300-നേക്കാൾ കുറവാണ്, അത് പറ്റത്തില്ല. 2 ആകാൻ പറ്റത്തില്ല. 2 ആകാൻ പറ്റത്തില്ല. കാരണം 230 എന്നൊക്കെ പറയുമ്പോൾ അത് 300-നേക്കാൾ ചെറുതാണ്. 300-നേക്കാൾ ചെറുതാണ്. അപ്പോ അത് 2 ആകാനും പറ്റില്ല. 2 ആകാനും പറ്റില്ല. പിന്നെ ഈ പ്ലേസിൽ വരാൻ സാധ്യതയുള്ളത് 3, 4, 5 എന്ന ഈ 3 ഡിജിറ്റ് ആണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിജിറ്റ് 0, 1, 2, 3, 4 ആണ്. 0, 1, 2, 3, 4 എന്ന ഡിജിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ ആദ്യത്തെ പ്ലേസ് നമ്മൾ 3 ഡിജിറ്റ് നമ്പർ ആണ് നോക്കുന്നുള്ളതുകൊണ്ട് 0 പറ്റില്ല, 1 പറ്റില്ല, 2 പറ്റില്ല. 0 പറ്റാത്തത് 3 ഡിജിറ്റ് നമ്പർ നോക്കുന്നുണ്ട്. 1ഉം 2ഉം പറ്റാത്തത് എന്താണ്? 300-ന്റെ ഇടയിൽ വരണം. 300 കഴിഞ്ഞ് 300-നേക്കാൾ മുകളിൽ വരണം. അതുകൊണ്ട് ഇവിടെ എന്ത് പറ്റില്ല? 3 ഡിജിറ്റ് പറ്റില്ല. ബാക്കി 3 പേർ, അതായത് 3, 4, 5, ഈ 3 പേരുടെ കൂട്ടത്തിൽ ആര് വേണമാകാം? ഈ 3 പേരുടെ കൂട്ടത്തിൽ ആര് വേണമാകാം? അതായത് ഫസ്റ്റ് പ്ലേസിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 3 പേരിൽ ഒരാളെ എടുക്കണം. 3 പേരിൽ ഒരാളെ എടുക്കണം. 3p1 ways. 3 പേരിൽ ഒരാളെ എടുക്കണം. ദാറ്റ് ഇസ് 3p1 ways. കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും വേർഡ്സിൽ എഴുതി തരാൻ പറ്റില്ല, മനസ്സിലാക്കാനുള്ളതാണ്. ഇനി അടുത്ത് 2 പ്ലേസ് അവൈലബിൾ ആണ്. സപ്പോസ് 0, 1, 2, 3, 4ന്റെ ഇടയിലുള്ള ഒരാളെ നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞേ, ഇനി നമുക്കുള്ളത് ബാക്കി 2 പ്ലേസ് ആണ്. അപ്പൊ ഒരാളെ കൊടുത്തു കഴിഞ്ഞപ്പോ മൊത്തം 6 പേരാണുള്ളത്. 0, 1, 2, 3, 4, 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 6 ഡിജിറ്റ് ആണുള്ളത്. ഈ 6 ഡിജിറ്റിൽ ഒരാളെ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 5 ഡിജിറ്റേ ഉള്ളൂ. കാരണം റെപ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഡിജിറ്റേ ഉള്ളൂ. 2 പ്ലേസും ഉണ്ട്. 5 ഡിജിറ്റേ ഇനി ബാക്കിയുള്ളൂ. 2 പ്ലേസും ഉണ്ട്. അപ്പൊ 5 ഡിജിറ്റിനെ 2 പ്ലേസിൽ റെപ്പറ്റീഷൻ വരാതെ കൊടുക്കേണ്ടത് 5p2 ways. 5p2 ways. കണ്ടല്ലോ? അപ്പൊ 3p1 into 5p2 ways. അപ്പോ നമ്മള് 300-ന്റെയും 3000-ന്റെ ഇടയില് 3 ഡിജിറ്റ് നമ്പറും ഉണ്ട്, 4 ഡിജിറ്റ് നമ്പറും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 3 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ തന്നെ 3 ഡിജിറ്റ് നമ്പറിലെ ആദ്യത്തെ ആ ഒരു പ്ലേസ്, ഫസ്റ്റ് പ്ലേസ്, അതായത് നമ്മൾ 100 പ്ലേസ് എന്നൊക്കെ പറയും. 100 പ്ലേസില് നമുക്ക് 0 വരാൻ പറ്റില്ല, 1 വരാൻ പറ്റില്ല, 2 വരാൻ പറ്റില്ല. കാരണം 300-നേക്കാൾ കൂടിയ നമ്പർ ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോ 3 പേർ പറ്റില്ല. പിന്നെ ആകെ വരാൻ സാധ്യതയുള്ളത് 3, 4, 5. അപ്പൊ ആ 3 പേരിൽ ആര് വേണമാകാം? 3 പേരിൽ ആര് വേണമാകാം? therefore 3p1 ways. ഇനി ബാക്കിയുള്ള 2 പ്ലേസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ 2 പ്ലേസില് ഇപ്പൊ ഒരാളെ നമ്മൾ എന്തായാലും ഫസ്റ്റ് പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി ബാക്കി 5 പേരേ ഉള്ളൂ. ആ 5 പേരെ ഈ 2 പ്ലേസിൽ റെപ്പറ്റീഷൻ വരാതെ കൊടുക്കണം. ദാറ്റ് ഇസ് 5p2 ways. We are done. Therefore 3p1 into 5p2. 3p1 into 5p2. That is 3 factorial divided by 3 minus 1 factorial into 5 factorial divided by 5 minus 2 factorial. Divided by 5 minus 2 factorial. That is equal to 6 into 5 factorial is 120. 5 factorial 120 ചെയ്യണ്ട ഇപ്പൊ കേട്ടോ. അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 3 factorial into 5 factorial divided by 2 factorial into 3 factorial. അപ്പൊ ഈ 3 factorial പോവും. പിന്നെ അതിനുശേഷം 5 factorial 2 factorial എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 3 into 4 into 5 വരും. 3 into 4 into 5. That is 60. അതായത് 300-ന്റെയും 3000-ന്റെയും ഇടയില് 0, 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഡിജിറ്റ് യൂസ് ചെയ്ത് ഡിജിറ്റ് റെപ്പറ്റീഷൻ വരാത്ത 60 ഡിജിറ്റുകളാണുള്ളത്. 60 നമ്പേഴ്സ് ആണുള്ളത്. 60 നമ്പേഴ്സ് ആണുള്ളത്. കഴിഞ്ഞു. അപ്പോ 3 ഡിജിറ്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4 ഡിജിറ്റ് എത്രയുണ്ട്. 4 ഡിജിറ്റ് എത്രയുണ്ടെന്ന്. Now we will calculate number of 4 digits. 4 digit numbers. Number of 4 digit numbers. എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ആ പ്ലേസസ് ഒന്ന് വരയ്ക്കാം. നേരത്തെ ചെയ്ത പോലെ പ്ലേസസ് ഒന്ന് വരയ്ക്കാം. കഴിഞ്ഞു. പ്ലേസസ് വരച്ചു. ഞാൻ അത്ര ഭംഗിയായിട്ടല്ല വരച്ചത്. വേണമെങ്കിൽ നന്നായിട്ട് വരയ്ക്കാം.
ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ 4 പ്ലേസസ് ആണുള്ളത്. ഇനി നമുക്ക് ഓരോ പ്ലേസ് വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലേസ് 3000-ന് താഴെയുള്ള നമ്പർ ആയിരിക്കണം, 3000-ന് മുകളിൽ പോകാൻ പാടില്ല. പിന്നെ 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയാളെ പറ്റി പറയാനുള്ളത്. 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഫസ്റ്റ് ഡിജിറ്റ് 0 ആകാൻ പറ്റത്തില്ല. 0 ആകാൻ പറ്റത്തില്ല. ഓക്കെ, ഡൺ. പിന്നെ 1 ആകാം, ഫസ്റ്റ് ഡിജിറ്റ് 1 ആകാം, 2 ആകാം, 2 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകും, 3 ആകാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് ഡിജിറ്റ് 3 ആകാൻ പറ്റും, കാരണം 3000-ന് താഴെ നിൽക്കണം. 3000-ന് താഴെ നിൽക്കണം. 3000-ന് താഴെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ഡിജിറ്റ് 3 ആകാൻ പറ്റത്തില്ല. 3000-ന് താഴെ എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത നമ്പർ 2999 2999 2999 അതാണ് 3000-ന് ജസ്റ്റ് താഴെയുള്ള നമ്പർ. അയാളുടെ ഫസ്റ്റ് ഡിജിറ്റ് പോലും 2 ആണ്. താഴോട്ടുള്ള ഒരു നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 3 അല്ല, 3 അല്ല. ഓക്കെ, അപ്പൊ 0 ആകാൻ പറ്റത്തില്ല. 0 ആകാൻ പറ്റാത്തത് 4 ഡിജിറ്റ് നമ്പർ വേണമെന്നുള്ളത് കൊണ്ട് 1 ആകാം, 2 ആകാം. പിന്നെ 3000-ന് താഴെയുള്ള നമ്പർ ആകണം എന്നുള്ളത് കൊണ്ട് 3-ഓ 4-ഓ 5-ഓ പറ്റത്തില്ല. 3-ഓ 4-ഓ 5-ഓ പറ്റത്തില്ല. അതായത് ഫസ്റ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ളത് 1 അല്ലെങ്കിൽ 2. ഫസ്റ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ളത് 1 അല്ലെങ്കിൽ 2. only 2 possibilities. only 2 possibilities. That is, 2 പേരിൽ ഒരാളെ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ കൊടുക്കാം. 2 പേരിൽ ഒരാളെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലേസിൽ കൊടുക്കാം. ദാറ്റ് ഇസ് 2p1 ways. കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ 3 പ്ലേസ് ആണുള്ളത്. 3 പ്ലേസ്. ഫസ്റ്റ് ഒരു ഡിജിറ്റിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഇനി ബാക്കി 3 പ്ലേസില് ഇപ്പൊ ഒരാളെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 5 പേരാണ് ബാക്കിയുള്ളത്. ഈ 5 പേരിൽ 3 പ്ലേസ് ആണുള്ളത്. 3 പ്ലേസിൽ നമുക്ക് കൊടുക്കാം റെപ്പറ്റീഷൻ വരാതെ, അതായത് 5p3 ways. ആദ്യത്തെ പ്ലേസില് നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ 6 പേരുണ്ട്. ടോട്ടൽ 6 ഡിജിറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇനി 5 പേരെ ബാക്കിയുള്ളൂ. ഇനി 5 പേരെ ഈ 3 പ്ലേസിലായിട്ട് മാറ്റി കൊടുക്കണം. ദാറ്റ് ഇസ് 5p3 ways. ദാറ്റ് ഇസ് 5p3 ways. കഴിഞ്ഞു. അപ്പോ ഇത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. That is total number of 4 digit number. Therefore, number of 4 digit number. അതായത് 300-ന്റെയും 3000-ന്റെയും ഇടയിലുള്ള നമ്പർ റെപ്പറ്റീഷൻ ഇല്ലാത്ത 4 ഡിജിറ്റ് നമ്പർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. which is equal to 2p1 into 5p3. 2p1 into 5p3. That is 2 factorial divided by 2 minus 1 factorial into 5 factorial divided by 5 minus 3 factorial. That is equal to 2 factorial into 5 factorial divided by 2 factorial. But 2 factorial പോവും, 5 factorial മാത്രമാകും, which is equal to 120 ways. That is equal to 120 ways. അപ്പോ നമുക്ക് എന്താണ്? ഈ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ 60 ആണ്. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പർ 120 ആണ്. Therefore, total number of required numbers. Total number of required numbers. 300-ന്റെയും 3000-ന്റെയും ഇടയിലുള്ള റെപ്പറ്റീഷൻ ഇല്ലാത്ത, ഡിജിറ്റ് റെപ്പറ്റീഷൻ ഇല്ലാത്ത 0 1 2 3 4 5 എന്ന നമ്പേഴ്സ് മാത്രം, ഡിജിറ്റ് മാത്രം ഉപയോഗിച്ച് എത്ര നമ്പർ ഉണ്ട്? 3 ഡിജിറ്റ് ഉള്ള 60 നമ്പറും 4 ഡിജിറ്റ് ഉള്ള 120 നമ്പറും ഉണ്ട്. ദാറ്റ് ഇസ് 180 നമ്പേഴ്സ്. ദാറ്റ് ഇസ് 180 നമ്പേഴ്സ്. 180 നമ്പേഴ്സ് ഉണ്ട് ഹാവിംഗ് ദാറ്റ് പ്രോപ്പർട്ടി. കഴിഞ്ഞു. Now, next question. In how many ways can the letter of the word accountant, ACCOUNTANT, accountant,
be arranged. Be arranged. ഓക്കെ, എത്ര നമ്പർ ഓഫ് വേസിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വേർഡിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ഹൗ മെനി വേസ്, ഇൻ ഹൗ മെനി വേസ് സോറി, ഇൻ ഹൗ മെനി വേസ് അല്ല, in how many of them, in how many of them the vowels are together, the vowels are together, vowels are always together, always together. Okay, done. ഇത് നമ്മൾ ഈ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ടന്റ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്താണ് നമ്പർ ഓഫ് എന്താണ് number of ways in which word can be arranged, എങ്ങനെയൊക്കെ ഇയാളെ അറേഞ്ച് ചെയ്യാം, which is equal to, ആദ്യം നമ്മൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കണം. 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ആണുള്ളത്. അതേപോലെ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻസ് നോക്കണം. ഇവിടെ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം, therefore 2 ഫാക്ടോറിയൽ. സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം, therefore 2 ഫാക്ടോറിയൽ. ഓ റിപ്പീറ്റ് ചെയ്യുന്നില്ല, യു റിപ്പീറ്റ് ചെയ്യുന്നില്ല, എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം, എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം. ഇനി അടുത്ത ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം. കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്തു, ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻസ്. എ 2 പ്രാവശ്യം, സി 2 പ്രാവശ്യം, എൻ 2 പ്രാവശ്യം, ടി 2 പ്രാവശ്യം. അപ്പോ this is the number of ways in which the word accountant can be arranged. Therefore, which is equal to 10 factorial divided by 2 factorial into 2 factorial into 2 factorial into 2 factorial. That will be 8 into 2, that is 16. The calculator use ചെയ്യാം, which will be 226800. Calculator use ചെയ്തോളാം. 10 factorial divided by 2 factorial into 2 factorial into 2 factorial into 2 factorial, that will be 226800. Appo this is the number of ways in which we can rearrange the particular word accountant. കഴിഞ്ഞു. Now അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വവൽസ് എപ്പോഴും ടുഗദർ ആകുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? അക്കൗണ്ടന്റ് എന്ന വേർഡ് ഇത്രയും തവണ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ദിസ് ടൈപ്പ് ഓഫ് നമ്പർ പ്രാവശ്യം നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഈ കൂട്ടത്തിൽ എത്ര വവൽസ് കൂടെയുള്ള എത്ര പേരുണ്ട്? വവൽസ് കൂടെ ഉണ്ടാകുന്ന എത്ര കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്? അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിലുള്ള വവൽസ് എന്ന് നോക്കുമ്പോൾ എ ഇ ഐ ഒ യു ആണ് വവൽസ്. അതില് ആരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്? എ ഉണ്ട്, ഇ ഇല്ല, എ ഇ ഐ ഇല്ല, ഒ ഉണ്ട്, യു ഉണ്ട്. എ ഒ യു ആണ് നിങ്ങളുടെ വവൽസ്. ഈ 3 പേരാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൽ എക്ക് റെപ്പറ്റീഷൻ ഉണ്ട് കേട്ടോ, എക്ക് റെപ്പറ്റീഷൻ ഉണ്ട്. ഓക്കും യുക്കും റെപ്പറ്റീഷൻ ഇല്ല, പക്ഷെ എക്ക് റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോ ഇൻ ടോട്ടൽ ഈ കൂട്ടത്തിൽ 4 പേര് വവൽസ് ആണ്, 4 പേര് വവൽസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ 4 പേരെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. ഈ 4 പേരെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. അപ്പൊ ഈ കൂട്ടത്തിൽ വവൽസ് എ ഒ യു ആണ്. എക്ക് റെപ്പറ്റീഷൻ ഉണ്ട് 2 തവണ. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ആ 4 പേരെ എ ഒ യു എന്ന് പറയുന്ന ഈ 4 പേരെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. അതായത് ബാക്കി 6 പേരാണ്, 4 പേര് ഒറ്റ യൂണിറ്റ്, ബാക്കി 6 പേര്. ആ 6 പേര് എങ്ങനെ വേണോ അറേഞ്ച് ചെയ്തോ, പക്ഷെ ഈ 4 പേര് ഒരുമിച്ചിരിക്കണം. ഈ 4 പേര് ഒരുമിച്ചിരിക്കും. അപ്പൊ ഞാൻ ഈ 4 പേരെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും, ബാക്കി 6 പേരെ വെവ്വേറെ യൂണിറ്റ് ആയിട്ട് കാണും. അങ്ങനെ എല്ലാം കൂടെ 7 യൂണിറ്റ് ആണുള്ളത്. 7 യൂണിറ്റ്, 7 യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ ഈ 7 യൂണിറ്റ്സിലാണ് ഇനി റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. 7 യൂണിറ്റ്സ് അല്ലെങ്കിൽ 7 പ്ലേസസിലാണ് ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. Therefore, number of ways in which vowels are together. Vowels together ആകുന്ന എത്ര നമ്പർ ഓഫ് വേസ്? ഞാൻ പറഞ്ഞു 7 യൂണിറ്റ് ആയിട്ട് കാണുമെന്ന്. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ AOU എന്ന് പറയുന്നത് AOUA എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റ് ആണ്. അവരുടെ റെപ്പറ്റീഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ബാക്കിയുള്ളവരുടെ നോക്കുക. ഇതില് തന്നെ ഓക്കെ. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, 7 ഫാക്ടോറിയൽ ബേസിൽ നമ്മുടെ അക്കൗണ്ടന്റ് എന്ന വേർഡിന്റെ സച്ച് ദാറ്റ് വൊവൽസ് ടുഗദർ. അപ്പൊ 7 ഫാക്ടോറിയൽ. അതിനുശേഷം നോക്കുമ്പോൾ എയുടെ കാര്യം യുടെ കാര്യം യുവിന്റെ കാര്യവും നിങ്ങൾ നോക്കണ്ട. സി രണ്ട് യൂണിറ്റ് ആണ്, 2 സി ഉണ്ട്. ദേപ്പോ 2 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദേപ്പോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അതിനുശേഷം എൻ വൊവൽ അല്ല, പുറത്തുള്ള ആളാണ്, വീണ്ടും ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, വീണ്ടും ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇനി ടി വീണ്ടും റെപ്പറ്റീഷൻ ആണ്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, കഴിഞ്ഞു. ഇനി വവൽസ് ടുഗദർ ആയിരിക്കണം. AAOU എന്ന് പറയുന്നത് ടുഗദർ ആയിരിക്കണം. ആ 4 പേർ ടുഗദർ ആയിരിക്കണം, ആണല്ലോ. പക്ഷെ ആ 4 പേർക്കിടയിൽ അറേഞ്ച്മെന്റ് വരാമല്ലോ. AAOU, AUOA അങ്ങനെ രീതിയിൽ അവർക്ക് 4 പേർക്കിടയിൽ അറേഞ്ച്മെന്റ് വരാമല്ലോ. AAOU എന്ന് പറയുന്ന രീതി ഇവരെ ഒരുമിച്ചായിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, AOAU എന്ന് വരാം, UOAA എന്ന് വരാം. ഇതെല്ലാം ഇതിനിടയിലുള്ള, അതിന്റെ അകത്തുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പോഴെല്ലാം വൊവൽസ് ടുഗദർ ആണ്. അപ്പോ ഈ കൂട്ടത്തില് ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ നോക്കണം. അതായത് ഇത് മൊത്തത്തില് 4 പേരുണ്ട്, 4 പ്ലേസ് ആണുള്ളത്. അതില് 2 പേർ റെപ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ കഴിഞ്ഞു. Therefore ഇവിടെ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടർ 2 ആണ്, 2 into 2 4 ആണ്. അപ്പോ ഇവിടെ ചെയ്യുമ്പോ 2 into 3 കിട്ടും, 6 കിട്ടും. അപ്പോ ഇവിടെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. അവിടെ 7 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 into 3 എന്ന് പറയുമ്പോൾ 3 into 4 into 5 into 6 into 7 into 3. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 7560 വേസ്. അതായത് അക്കൗണ്ടന്റ് എന്ന വേർഡ് നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് വേസിൽ അറേഞ്ച് ചെയ്യാം. ആ കൂട്ടത്തില് ഈ 7560 പേര് is in such a way that the vowels are together. 7560 പേരില് വവൽസ് ഒരുമിച്ചായിരിക്കും. കഴിഞ്ഞു. ഓക്കെ, വി ആർ ഡൺ. ഇതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് ഒന്നുമില്ല. ഓക്കെ, ഡൺ. Now, next question. In how many ways 9 different books be arranged in a shelf if 3 books are always together. നമ്മൾ 9 ബുക്കിനെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സച്ച് ദാറ്റ് 3 ബുക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കണം. 3 ബുക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ബി 3 books are never together. ആരാണ് ആ 3 ബുക്ക് എന്ന് പറയുന്നത് കേട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ 9 ബുക്കാണുള്ളത്. ആ 9 ബുക്കും വേറെ ബുക്കുകളാണ് കേട്ടോ. ആരും റെപ്പറ്റീഷൻ ഒന്നുമില്ല, ഡിഫറന്റ് ബുക്സ് ആണ്, റെപ്പറ്റീഷൻ ഇല്ല. അപ്പൊ നമ്മള് ഈ 9 ബുക്കിനെ അറേഞ്ച് ചെയ്യണം സച്ച് ദാറ്റ് 3 ബുക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കണം. രണ്ടാമത് എന്താണ്, 3 ബുക്ക് ഒരു കാരണവശാലും ഒരുമിച്ച് വരാൻ പാടില്ല. അതായത് 2 ബുക്കൊക്കെ വേണമെങ്കിൽ ഒരുമിച്ച് വന്നോ പ്രശ്നമില്ല, പക്ഷെ 3 ബുക്ക് എപ്പോഴും ഒരുമിച്ച് വരാൻ പാടില്ല. അതാണ് അവരവിടെ പറയുന്നത്. ശരി, അപ്പോ നമ്മൾ ആദ്യം നോക്കുന്നത് 3 books are always together. അതായത് we will consider solution
we will consider 3 books as 1 unit. 3 books as 1 unit. 3 ബുക്കുകൾ എപ്പോഴും ഒരുമിച്ച് വരണമല്ലോ. ആ 3 ബുക്കിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 1 യൂണിറ്റ് ആയിട്ട് കാണുന്നു. ബാക്കി 6 ബുക്കിനെ വെവ്വേറെ യൂണിറ്റ് ആയിട്ട് കണ്ടു. റിമൈനിങ് 6 ബുക്ക്, പിന്നെ ഈ 3 ബുക്കിന് ഒറ്റ യൂണിറ്റ്. അപ്പൊ 6 + 1 മൊത്തത്തിൽ 7 യൂണിറ്റ്. 6 + 1 മൊത്തത്തിൽ എന്താണ്? 7 യൂണിറ്റ്. ആ 7 യൂണിറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. റെപ്പറ്റീഷൻ ഇല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ നിങ്ങൾക്ക് അറിയാലോ. ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്താണ്? നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ബേസ് എന്ന് നമുക്ക് എഴുതണം. അപ്പോ 7 യൂണിറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യണം ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ. ഇനി 3 ബുക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കണമല്ലോ. 3 ബുക്ക് എന്ന് പറയുന്നത് ABC ആണ്. നിങ്ങളുടെ 3 ബുക്കിന്റെ പേര് ABC ആണെന്ന് വിചാരിച്ചോ. അത് ABC എന്ന് അറേഞ്ച് ചെയ്യാം, BAC എന്ന് അറേഞ്ച് ചെയ്യാം, CAB എന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ആ കൂട്ടത്തിൽ ഷഫിൾ ചെയ്യാം. അവരുടെ 3 പേരുടെ കൂട്ടത്തിൽ 3 പേര് ഒരുമിച്ചാവണമെന്നേ ഉള്ളൂ. ആ കൂട്ടത്തിൽ പക്ഷെ നമുക്ക് ഷഫിൾ ചെയ്യാം 3 പേരെ. ആ കൂട്ടത്തിൽ റെപ്പറ്റീഷൻ ഇല്ലതാനും. ദാറ്റ് ഇസ് 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോ ഞാൻ പറഞ്ഞു എല്ലാം 9 ബുക്കാണ്, റെപ്പറ്റീഷൻ ഇല്ല, എല്ലാവരും ഡിഫറന്റ് ബുക്കാണ്. അതിൽ 3 പേര് എപ്പോഴും ഒരുമിച്ച് വരണം എന്നുള്ള ഒരു നിർബന്ധം. അപ്പൊ ഞാൻ ആ 3 പേരെ ഒരു യൂണിറ്റ് ആയിട്ട് കാണണം, ബാക്കി 6 പേരെ വെവ്വേറെ 6 യൂണിറ്റ് ആയിട്ട് കാണണം. അപ്പൊ 6 + 1 മൊത്തത്തിൽ 7 യൂണിറ്റ്. റെപ്പറ്റീഷൻ ഇല്ല. അപ്പൊ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് എഴുതാൻ ആരുമില്ല. അപ്പൊ 7 ഫാക്ടോറിയൽ കഴിഞ്ഞു. എന്നിട്ട് 3 പേരെ ഒരു യൂണിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. ആ 3 പേരെ നമുക്ക് ഇന്റേണലി ഷഫിൾ ചെയ്യാം. അതുകൊണ്ട് 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 30,240 ways. 30,240 ways നമുക്ക് ആ ബുക്കിനെ അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി B, 3 books are never together. 3 books are never together. 3 books എപ്പോഴും കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടാകുന്ന വഴിയാണ് എത്ര പേര്? 30,240 ടൈംസ് 3 ബുക്ക് എപ്പോഴും ഒരുമിച്ച് കാണും. 3 ബുക്ക് എപ്പോഴും ഒരുമിച്ച് കാണുന്ന 30,240 വഴിയുണ്ട്. ഓക്കെ, മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റിൽ നിന്ന് 3 ബുക്ക് ഒരുമിച്ച് വരുന്ന ആ പെർട്ടിക്കുലർ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ബുക്ക് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ് എല്ലാം കിട്ടത്തില്ലേ? കിട്ടും. മൊത്തത്തിലുള്ളത് കിട്ടും. ദാറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്. എന്ന് പറയുന്നത് 9 ബുക്കിനെ 9 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അറേഞ്ച് ചെയ്യുക. എല്ലാം ഡിഫറന്റ് ആണ്, റെപ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് 9 ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്യണം? 3 ബുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് no 2 books are together. No 2 books are together. രണ്ട് ബുക്ക് ഒരുമിച്ച് വരാത്ത രീതിയിൽ എത്ര അറേഞ്ച് ചെയ്യാം? നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് no 2 books അല്ല, no 3 books are together. No 3 books are together. 3 books are together. അതെന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് മൈനസ് number of ways in which 3 books are together. That is 7 factorial into 3 factorial. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 33, 26, 40. 3,32,640 ways. The total number of ways in the number of ways in which 3 books are always together minus ചെയ്തപ്പോൾ നമുക്ക് 3 books are never together ന്റെ ആൻസർ കിട്ടി. 3 books are never together ന്റെ ആൻസർ കിട്ടി. That is 3,32,640 number of ways. കാൽക്കുലേഷൻ ഒക്കെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഡൺ. അപ്പോൾ അത്രയും. Now, next question. In how many
how many different words, how many different words, how many different words can be formed, can be formed, can be formed with the letters, with the letters, with the letters of the word, of the word, word Bharat, of the word Bharat. Okay, how many different words can be formed with the letters of the word Bharat? Unna. Letters of the word Bharat. Unna. Ini. How many different words can be formed with the letters of the word Bharat? അറിയാലോ അറേഞ്ച്മെന്റ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഇതാണ്. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് in how many ways, in how many ways, many of these, in how many of these B and H, B and H are never together, are never together. രണ്ട്, in how many ways, in how many of this, how many of these, how many of these begin with B and end with H. കൂട്ടത്തിൽ എത്ര പേര് ബി വെച്ച് തുടങ്ങി എച്ച് വെച്ച് എൻഡ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഭരത് എന്ന വേർഡാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? റീഅറേഞ്ച് ചെയ്യാൻ. ഭരത് ഓർ ഭാരത് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ റീഅറേഞ്ച് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, how many different words can be formed with the letters of the word Bharat? First question അതാണ്, അതിനെ ആദ്യം ആൻസർ ചെയ്യണം. രണ്ട്, ബി ആൻഡ് എച്ച് നെവർ ടുഗദർ. ബിയും എച്ചും ഒരു കാരണവശാലും ഒരുമിച്ച് വരരുത്, ഒരുമിച്ച് വരരുത്. അതിൽ എത്ര ടൈപ്പ് ഓഫ് വേസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ആൻഡ് അവസാനം ബിയിൽ തുടങ്ങണം, എച്ചിൽ അവസാനിക്കണം. ബിയിൽ തുടങ്ങണം, എച്ചിൽ അവസാനിക്കണം. അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ട്? അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ട്? വി ആർ ഗോയിങ് ഫോർ ദ സൊല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബിയും എച്ചും ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല. അതെന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റിൽ നിന്ന് ബിയും എച്ചും ഒരുമിച്ച് വരുന്ന എത്ര നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റിൽ നിന്ന് ബിയും എച്ചും എപ്പോഴും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഭരത് എന്ന വേർഡ് എഴുതുന്നു. BHARAT. ഇവിടെ 1, 2, 3, 4, 5, 6 6 പ്ലേസ് ആണുള്ളത്. 6 പ്ലേസ് ആണുള്ളത്. ആ കൂട്ടത്തിൽ A 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 6 പ്ലേസ്, 6 ഫാക്ടോറിയൽ. അതില് A 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. A 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 വേസ്. 360 വേസില്, 360 വേസില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും 360 വഴി. കഴിഞ്ഞു. ഇനി അടുത്ത് ബിയും എച്ചും നെവർ ടുഗദർ ആണെന്നാണ് പറയുന്നത്. നമ്മൾ പക്ഷെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബിയും എച്ചും ഓൾവേസ് ടുഗദർ. number of ways in which, number of arrangement, number of arrangement in which B and H are always together, are always together. ബിയും എച്ചും എപ്പോഴും ടുഗദർ ആയിരിക്കണം. അപ്പോ നമുക്കറിയാം ബിനെയും എച്ചിനെയും നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. ബിനെയും എച്ചിനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. ബിനെ എച്ചിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കി 4 പേരാണുള്ളത്, ബാക്കി 4 പേര്. അപ്പൊ 4 + 1 മൊത്തത്തിൽ 5 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. 4 + 1 5 യൂണിറ്റ്. അപ്പോ 5 ഫാക്ടോറിയൽ. ആ കൂട്ടത്തിൽ A 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. കഴിഞ്ഞു. ഇനി ബി എച്ച് എന്ന് പറയുന്നത് ബി എച്ച് എന്നും ചെയ്യാം, എച്ച് ബി എന്നും ചെയ്യാം. ബി എച്ച് എന്നും ചെയ്യാം, എച്ച് ബി എന്നും ചെയ്യാം. 2 ടൈപ്പ് ഓഫ് റെപ്പറ്റീഷൻ, അതായത് 2 പ്ലേസ് അവിടെ റെപ്പറ്റീഷൻ ഇല്ല. therefore into 2 ഫാക്ടോറിയൽ.
into 2 factorial. ബിയും എച്ചും എപ്പോഴും ഓൾവേസ് ടുഗദർ. അപ്പൊ ബി എച്ചിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണണം, ബാക്കി 4 യൂണിറ്റ്. അപ്പൊ 4 + 1 5 യൂണിറ്റ്. അപ്പൊ അതില് എ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. നൗ ബിയും എച്ചിന്റെ കാര്യത്തിലാണെങ്കിൽ അയാളെ നമുക്ക് 2 പ്ലേസ് ഉണ്ട്, റെപ്പറ്റീഷൻ ഇല്ല. അതേപോലെ 2 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അപ്പൊ 120 നമ്പർ ഓഫ് ബേസിൽ നമുക്ക് ബിയും എച്ചും എപ്പോഴും ടുഗദർ ആകുന്നത് കിട്ടും. 120 ബേസിൽ ടുഗദർ ആകുന്നത് കിട്ടും. ഇനി നൗ number of arrangement in which B and H are never together. ബിയും എച്ചും ഒരു കാരണവശാലും ഒരുമിച്ച് വരാത്തത് എത്ര നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് minus number of arrangement in which B and H are always together, that is 120. Therefore we will get 240. Oh, there are 240 number of ways in which എന്താണ് നമുക്ക് ഇയാളെ നമ്മുടെ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇയാളെ എന്ത് ചെയ്യാം, ബിനെ എച്ചിനെയും നെവർ ടുഗദർ ആകുന്ന രീതിയിൽ ഈ വേർഡിനെ അറേഞ്ച് ചെയ്യാൻ കഴിയും. വി ആർ ഡൺ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. Now, second question എന്താണ് പറയുന്നത്? ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം, എച്ചിൽ അവസാനിക്കണം. അതായത് ബിയുടെയും എച്ചിന്റെയും പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. ബിയുടെയും എച്ചിന്റെയും പൊസിഷൻ ഇനി നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ കഴിയുന്ന എന്താണ്? ബാക്കിയുള്ള ലെറ്റേഴ്സിന്റെ പൊസിഷൻ. ബിയും എച്ചും മൊത്തത്തിൽ 6 വേർഡ്സ് ആണ് ഉള്ളത്, 6 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ആ 6 ലെറ്റേഴ്സിൽ 2 പേരുടെ പൊസിഷൻ നിങ്ങൾക്ക് മാറ്റാനേ പറ്റില്ല. അപ്പൊ ഇനി ബാക്കി 4 പേരുടെ കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോ വരുത്തുന്ന വേർഡില് ബിയും എച്ചിന്റെ കാര്യം ഇനി നോക്കണ്ട. ഇനി ബാക്കി 4 പേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് ARAT 4 പേര്, 4 യൂണിറ്റ്. പക്ഷെ ഈ കൂട്ടത്തിൽ 2 പേര് റെപ്പറ്റീഷൻ ആണ്. അപ്പൊ 4 places, therefore 4 factorial divided by repetition 2, therefore 4 factorial divided by 2 factorial. 4 factorial divided by 2 factorial. ഞാൻ വീണ്ടും പറയുന്നു, B start number of arrangement in which word start with B and ends with H. ബിയിൽ തുടങ്ങി എച്ചിൽ എൻഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ആ 2 പ്ലേസ് ഫിക്സ്ഡ് ആണ്. ഇനി ബാക്കി 4 പേരുടെ കാര്യം നോക്കിയാൽ മതി. ആ 4 പേരിൽ 2 പേര് റെപ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. therefore 4 factorial 4 പേരുടെ കാര്യം നോക്കിയാൽ മതി. അതിൽ 2 പേർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. therefore divided by 2 factorial. therefore 3 into 4, that is 12 words. There are 12 words which start with B and ends with H. Okay. Start with B and end with the H. We are done with this. Okay. അത്രയും. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി പറയാം. Now, next question. An electric network contains electric network contains 14 switches such that each switch may have 3 possible positions. How many different switches are possible?
possible. An electric network contains 14 switches such that each switch have 3 possible positions. How many different switches is possible? Okay. 14 സ്വിച്ച് ഉണ്ട്. 14 സ്വിച്ചുകളുണ്ട്. ആ ഓരോ സ്വിച്ചിനും 3 പോസിബിൾ പൊസിഷൻ ആണുള്ളത്. 3 പോസിബിൾ പൊസിഷൻസ് ആണുള്ളത്. ഓരോ സ്വിച്ചിനും 3 പോസിബിൾ ആണ് കേട്ടോ. ഓരോ സ്വിച്ചിനും 3 പോസിബിൾ പൊസിഷൻസ് ആണ്. ഓക്കെ. Therefore, how many different switches are possible? How many different switches are possible? ഓരോ സ്വിച്ചിനും 3 പോസിബിൾ പൊസിഷൻ ആണ് ഉള്ളത്. അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്വിച്ചിന് 3 പോസിബിൾ പൊസിഷൻ. ഓക്കെ. രണ്ടാമത്തെ സ്വിച്ചിന് 3 പോസിബിൾ പൊസിഷൻ. മൂന്നാമത്തെ സ്വിച്ചിന് 3 പോസിബിൾ പൊസിഷൻ. അങ്ങനെ 14ാമത്തെ സ്വിച്ച് വരെ 3 പോസിബിൾ പൊസിഷൻ. 3 പോസിബിൾ പൊസിഷൻ. അപ്പോൾ 3 into 3 into 3 into 3 14 times. That is 3 raised to 14. 3 raised to 14 possibilities. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ പൊസിഷനിലും 14 സ്വിച്ച് ഉണ്ട്. ഓരോ സ്വിച്ചിനും, ഈ സ്വിച്ച് എല്ലാം ഐഡന്റിക്കൽ ആണ് കേട്ടോ. ഓരോ സ്വിച്ചിനും എന്താണ് 3 പൊസിഷൻ വെച്ചിട്ട്. ഓരോ സ്വിച്ചിനും 3 പൊസിഷൻ വെച്ചിട്ട്. അപ്പോ ഫസ്റ്റ് സ്വിച്ച് 3, അടുത്ത സ്വിച്ച് into 3, വീണ്ടും into 3, അങ്ങനെ 14 തവണ 3 into 3 into 3. അപ്പൊ അങ്ങനെ 3 raised to 14 നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. 3 raised to 14ന്റെ വാല്യൂ ഒന്നും എടുത്ത് എഴുതണ്ട. 3 raised to 14 എന്ന് എഴുതിയാൽ മതി. ഫൈനൽ ആൻസർ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. 3 into 3 into 3 into 3 14 times 3 raised to 14. ഓക്കെ. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് യുവർ ഫൈനൽ ക്വസ്റ്റ്യൻ ആസ് വെൽ. അതായത് ക്വസ്റ്റ്യൻ നോക്കാം. if the letters of the word ZENITH, zenith, okay, of the word, this particular word, are arranged as in dictionary, find the rank of the word, the word zenith. ഈ വേർഡിന്റെ റാങ്ക് എത്രയാണ്? അതായത് വേറെ ഒന്നുമല്ല, അവര് ഉദ്ദേശിച്ചിരിക്കുന്ന കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. ഓക്കെ. അതായത് നിങ്ങൾ ഈ ഒരു പാർട്ടിക്കുലർ വേർഡ് ഉണ്ടല്ലോ, ഇതിന്റെ ലെറ്റേഴ്സ് എല്ലാം റീഅറേഞ്ച് ചെയ്ത്, നമ്മൾ മീനിങ് ഒന്നും നോക്കുന്നില്ല കേട്ടോ, ഇയാളുടെ ലെറ്റേഴ്സ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് ഇഷ്ടം പോലെ വേർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. വാട്ടെവർ നിങ്ങളുടെ ഇഷ്ടം പോലെ വേർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അറിയാതെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. ഈ വേർഡിനെയൊക്കെ, ഈ വേർഡ്സിനെ ഈ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്ത് എത്ര വേർഡ്സ് ഉണ്ടാകും എന്നൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. അങ്ങനെ കണ്ടുപിടിച്ച വേർഡ്സിനെ എല്ലാവരെയും നിങ്ങൾ അറേഞ്ച് ചെയ്യുക ഡിക്ഷണറിയിലുള്ള രീതിയിൽ സോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ ഡിക്ഷണറി സോർട്ടിങ് എങ്ങനെയാണ്. ഡിക്ഷണറിയിലുള്ളത് സോർട്ട് ചെയ്യുക. അങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത് വരും ഈ സെനീത്ത് എന്നുള്ള ഈ പർട്ടിക്കുലർ വേർഡ് എത്രാമത് വരും? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്പർ ഓഫ് ways in which word can be arranged. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 6 പോസിബിലിറ്റി ആണുള്ളത്. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻ ഉണ്ടോ? റെപ്പറ്റീഷൻ ഇല്ല, ഇക്കില്ല, എന്നില്ല, ഐക്കില്ല, ടിക്കില്ല, എച്ചില്ല, ആർക്കും റെപ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ ആരെയും ചെയ്യണ്ട. അപ്പൊ 6 ഫാക്ടോറിയൽ തന്നെയാണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720. അതായത് 720 വേർഡ്സ് നമുക്ക് ഈ പർട്ടിക്കുലർ
ഇത് വെച്ചിട്ട് എന്താണ് ഈ പർട്ടിക്കുലർ വേർഡ്സ് ZENITH എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം 720 നമ്പർ ഓഫ് വേർഡ്സ്. 720 നമ്പർ ഓഫ് വേർഡ്സ്. നമുക്കിനി എന്ത് ചെയ്യണം? ഈ ആളെ ഈ റീഅറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയ വേർഡിനെ നമുക്ക് എന്താണ് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എത്രാമത് വരും സെനീത്ത് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഈ ആദ്യം വരുന്നതാണ്. ഈ ആണ് ആദ്യം വരുന്നത്. ഈ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ABCDEFGH HI JKLMNN OPQRST UVWZ. ഇതാണ് ആൽഫബറ്റിക് ഓർഡർ. അതില് ഇസഡിൽ തുടങ്ങുന്ന വേർഡ് ഏറ്റവും അവസാനം ഈ ഇയിലും എച്ചിലും ഐയിലും എന്നിലും ടിയിലും തുടങ്ങുന്ന വേർഡുകൾ കഴിഞ്ഞാണ് ഇസഡിൽ തുടങ്ങുന്ന വേർഡ് എത്തുന്നത്. നമുക്ക് വേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ വേർഡിന്റെ റാങ്ക് ആണ്. അതായത് ഇത് എത്രാമത് വരുമെന്നാണ്. നമുക്ക് EHINT എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ നമ്പർ ഓഫ് വേർഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇസഡിൽ തുടങ്ങുന്ന വേർഡ് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ഇയിൽ തുടങ്ങുന്ന നമ്പർ ഓഫ് വേർഡ്സ്. അതായത് 6 പൊസിഷൻസ് ആണ് ഉള്ളത്. അതിൽ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്തു. അതായത് ഫസ്റ്റ് പൊസിഷൻ ഫിക്സ് ചെയ്തു, ഇയിൽ വേണം തുടങ്ങാൻ. ബാക്കി 5 പേർ, ബാക്കി 5 പൊസിഷൻ അത് അറേഞ്ച് ചെയ്താൽ മതിയല്ലോ. ഇയിൽ തുടങ്ങുന്ന വേർഡ് എന്തായാലും ഈ ആൾക്ക് മുന്നിൽ വരില്ല. ഇസഡിൽ തുടങ്ങുന്ന വേർഡിന് മുന്നിൽ വരില്ല, അത് ഉറപ്പാണ്. അപ്പോ എന്താണ് 5 പോസിബിൾ പൊസിഷൻസേ ഉള്ളൂ. ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്തു, ദാറ്റ് ഇസ് 5 ഫാക്ടോറിയൽ. There are 5 factorial words which start with E. അതെന്തായാലും ജനീത്തിന് മുമ്പേ ആയിരിക്കും വരുന്നത്. ഇപ്പൊ 5 factorial, that is 120. Similarly, number of words starting with H, അടുത്ത ആൽഫബറ്റ് H. വീണ്ടും ഫസ്റ്റ് ലെറ്റർ ഫിക്സഡ് ആണ്, ബാക്കി ലെറ്റേഴ്സ് മാത്രമേ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അതായത് ബാക്കി 5 പൊസിഷൻ, ദാറ്റ് ഇസ് അഗെയിൻ 5 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 120. Again, number of words starting with I. വീണ്ടും ഫസ്റ്റ് പൊസിഷൻ ഫിക്സ് ചെയ്തു, ബാക്കി 5 പൊസിഷൻ റീഅറേഞ്ച് ചെയ്യാം, ദാറ്റ് ഇസ് 5 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് അഗെയിൻ 120 number of ways. Number of words starting with N. കണ്ടല്ലോ, N വീണ്ടും ഫസ്റ്റ് പൊസിഷൻ ഫിക്സ് ചെയ്തു, ബാക്കി 5 പൊസിഷൻ ഫിക്സഡ് അല്ലാതെ 5 ഫാക്ടോറിയൽ, അഗെയിൻ 120 ways. Number of words starting with the T, that is 5 factorial, that is again 120. അപ്പൊ ഇയിൽ തുടങ്ങുന്നത്, എച്ചിൽ തുടങ്ങുന്നത്, ഐയിൽ തുടങ്ങുന്നത്, എന്നിൽ തുടങ്ങുന്നത്, ടിയിൽ തുടങ്ങുന്നത് ഇവരെല്ലാം സെനീത്തിന് മുമ്പ് വരും. അപ്പൊ 120 ഇവർ ഇത്രയും നമ്പർ ഓഫ് വേർഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇസഡിൽ തുടങ്ങുന്ന വേർഡ് തന്നെ വരുന്നത്. ഇവരെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. ശരി, അപ്പൊ ഇസഡിൽ തുടങ്ങുന്ന വേർഡിൽ എത്തി നമ്മൾ. ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഇസഡിൽ തുടങ്ങുന്ന വേർഡ് എത്തി. അപ്പൊ ഇസഡിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡ് ആയിരിക്കില്ലല്ലോ എന്താണ് സെനീത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ സെനീത്ത് എന്ന് പറയുന്ന വേർഡ് ഇസഡിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡ് ആയിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോ ഇനി അടുത്ത റീഅറേഞ്ച് ചെയ്യാം. സെനീത്ത്, അപ്പൊ ഇസഡിൽ തുടങ്ങുന്ന വേർഡ് എത്തി. ഇസഡിൽ തുടങ്ങുന്ന വേർഡ് എത്തി. ഇസഡ് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം അടുത്ത് വരുന്നത് എന്താണ്? ഇ ആണ്. ഇസഡ് കഴിഞ്ഞാല് ആൽഫബറ്റിക് ഓർഡറിൽ അടുത്ത് വരുന്നത് ഇ ആണ്. അപ്പോ അടുത്ത് വരുന്നത് വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ZE. ഓക്കെ, ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഞാൻ പറഞ്ഞു അടുത്ത വേർഡ് ZEയിലായിരിക്കും തുടങ്ങുന്നത്. ZEയിൽ തുടങ്ങുന്ന വേർഡ് ആയിരിക്കും. അപ്പം ZEയിൽ തുടങ്ങുന്ന വേർഡാണല്ലോ നമ്മുടെ എന്താണ് സെനീത്ത് എന്ന് പറയുന്നത്. ZEയിൽ തുടങ്ങുന്ന വേർഡാണ് സെനീത്ത്. നമ്മളിപ്പോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ZEയിൽ തുടങ്ങുന്ന വേർഡാണ് നമുക്ക് വേണ്ടതാണ്. അതായത് നമ്മുടെ സെനീത്തിന് മുമ്പ് വരുന്ന വേർഡൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് ഹെഡ് ഏക്ക് ഇല്ല. ഇപ്പൊ ഫോർ എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ വരുന്ന ആളാണ്. ZEയിൽ തുടങ്ങുന്ന വേർഡ്സിന്റെ കൂട്ടത്തിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നേ. ZEയിൽ തുടങ്ങുന്ന വേർഡിനെ ഹോൾഡ് ചെയ്യുന്നു. ഇനി ആൽഫബറ്റിക് ഓർഡർ കഴിഞ്ഞിട്ട് ZE കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് H ആണ്.
ഓക്കെ, ZEH. പക്ഷെ നമുക്ക് വേണ്ട വേർഡിന്റെ അടുത്ത ലെറ്റർ വരുന്ന N ആണ്, N. അപ്പൊ ZEH എന്ന് പറയുന്നത്, ZEH-ൽ തുടങ്ങുന്ന വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ സെനീത്തിന് മുമ്പ് വരുന്ന ആളാണ്. സെനീത്തിന് മുൻപ് വരുന്ന വേർഡാണ്. അപ്പോ ZEN-ൽ തുടങ്ങുന്ന എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടെന്ന് നമ്മൾ കാണണം. ZEH തുടങ്ങുന്ന എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടെന്ന് ഇനി നമ്മൾ കാണണം. അതായത് നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ZEH തുടങ്ങുന്ന വേർഡ്സ്. അപ്പൊ അതായത് 3 പ്ലേസ് ഫിക്സഡ് ആണ്, ബാക്കി 3 പ്ലേസേ ഉള്ളൂ. 3 പ്ലേസ് ഫിക്സഡ് ആണ്, ഇതിന് മാറ്റം ഒന്നും വരില്ല. ഇനി 3 പ്ലേസേ ഉള്ളൂ, അതായത് 3 ഫാക്ടോറിയൽ വേസ്. 3 ഫാക്ടോറിയൽ വേസ്, ദാറ്റ് ഇസ് 6. 3 ഫാക്ടോറിയൽ വേസ്, ദാറ്റ് ഇസ് 6. അപ്പോ 6 പേരാണ് ZEH തുടങ്ങുന്ന ആൾക്കാരായിട്ട് വരുന്നത്. അപ്പോ ZEH പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് ZEI ആണ്. ZEH-ലുള്ള ആൾ കഴിഞ്ഞു, ഇനി ആൽഫബറ്റിക് ഓർഡർ കഴിഞ്ഞിട്ട് ZEI ആണ് വരേണ്ടത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ZEI. അവിടെയും 3 പ്ലേസ് ഫിക്സ്ഡ് ആണ്, ബാക്കി 3 പേരുടെ കാര്യം നോക്കിയാൽ മതി. 3 ഫാക്ടോറിയൽ അഗെയിൻ, ദാറ്റ് ഇസ് 6. 3 ഫാക്ടോറിയൽ അഗെയിൻ, ദാറ്റ് ഇസ് 6. അത് കഴിഞ്ഞതിന് ശേഷമാണ്, ZEI-യും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ZEN വരുന്നത്. ZEI-യും കൂടെ കഴിഞ്ഞിട്ടാണ് ZEN വരുന്നത്. ആ കാറ്റഗറിയിലാണ് നമ്മുടെ സെനീത്ത് പെടുന്നത്. ZEN വരുന്ന ആ കാറ്റഗറിയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ സെനീത്ത് വരുന്നത്. ഇനി അടുത്ത ലെറ്റർ എന്ന് പറയുമ്പോൾ ZEN കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് അടുത്ത് വരുന്നത് ZEN കഴിഞ്ഞിട്ട് പിന്നെ T, അതിനെ പറ്റി ഒന്നും നോക്കണ്ട. ZEN കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരുന്നത് H ആണ്. ZEN കഴിഞ്ഞാൽ അടുത്ത് H-ന് വരാം. ZEN കഴിഞ്ഞാൽ അടുത്ത് H-ന് വരാം. ഓക്കെ, പക്ഷേ നമ്മുടെ സെനീത്ത് എന്ന് പറയുന്നത് ZEN കഴിഞ്ഞാൽ പിന്നെ I ആണ് വരാനുള്ളത്. I ആണ്. അപ്പോ ZEN എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറി പറയുന്ന ആളല്ല. ZEN അവസാനം H വരുന്നത് നമ്മുടെ കാറ്റഗറിയിൽ പെടുന്ന ആളല്ല. അപ്പോ അയാളും നമ്മുടെ സെനീത്തിന് മുമ്പ് വരുന്ന ആളാണ്. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ZEN H, സെനീത്തിന് മുമ്പ് വരും ഈ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് വേർഡ്സ്. ZEN H. ഓക്കെ, നമുക്ക് വേണ്ടത് ZENI ആണ് വേണ്ടത്. അപ്പോ ZEIN H നമ്മുടെ അയാൾക്കും മുമ്പിൽ വരും. അതായത് 4 പ്ലേസ് ഫിക്സ്ഡ്, ഇനി 2 പ്ലേസും കൂടെ ഉള്ളൂ. അപ്പോ 2 ഫാക്ടോറിയൽ വേസ്, ദാറ്റ് ഇസ് 2. അപ്പോ ZEN H തുടങ്ങുന്ന ഏകദേശം 2 അല്ലെങ്കിൽ 2 നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ZEN H തുടങ്ങുന്ന നമ്പർ ഓഫ് വേർഡ്സ്. ഇനി അടുത്ത് വരുന്നത് ZENI ആണ്. അതാണ് നമ്മുടെ സെനീത്തില് വരുന്ന ആൾക്കാര്. അപ്പൊ ZENI വന്നു. ഇനി അടുത്ത് വരാനുള്ളത് നമ്മുടെ ഒരു ഓർഡർ അനുസരിച്ച് ZEIN കഴിഞ്ഞതിന് ശേഷം ഇനി വരാനുള്ളത് ഓർഡർ അനുസരിച്ച് H തന്നെയാണ്. അടുത്ത് വരാനുള്ളത് H. സെനീത്തിന്റെ കാറ്റഗറിയിൽ പെടുന്ന ആളല്ല. ZENI H വരും. അത് നമ്മുടെ കാറ്റഗറി പെടുന്ന ആളല്ല. അപ്പൊ അയാളെയും നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മളപ്പോ ZEN H തുടങ്ങുന്ന വേർഡ്സിന്റെ എണ്ണം എടുത്തു. അത് 2 പേരാണ്. അപ്പൊ ZEN H കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് വേണ്ട ആൾ വരുന്നത്. സെനീത്തിന്റെ ആ ഒരു ഇതിൽ വരുന്നത് ZENI ആണ്. ZENI ആ കാറ്റഗറി വരുന്ന ആളാണ്. ശരി, ZENI വന്നു. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ZENI വന്നു. അതിനുശേഷം അടുത്ത H ഉപയോഗിച്ചിട്ടില്ല. അടുത്ത് വരേണ്ടത് H പിന്നെ T കഴിഞ്ഞു. HT, പക്ഷെ നമുക്ക് TH ആണ് വേണ്ടത്. അപ്പൊ അടുത്ത് ഇനി HT വരുന്നത്. ZENI പിന്നെ HT, അതാണ് TH-ന് മുമ്പ് വരുന്നത്. സെനീത്ത് എന്ന പർട്ടിക്കുലർ വേർഡിന് മുമ്പ് വരുന്നത് എന്താണ്? ZENI
എച്ച് ടി ആണ്. എച്ച് ടി ആണ്. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എച്ച് ടിനേക്കാൾ മുൻപിലാണ്. അപ്പോ അയാളായിരിക്കും അടുത്തിനി വരുന്നത്. അതായത് number of words starting with HT ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് H ആണ് ആദ്യം വരേണ്ടത്. അപ്പോ HT. ഇത് ഒറ്റ വേർഡല്ലേ, എല്ലാം ഫിക്സ്ഡ് അല്ലേ, ഒരേ ഒരു പോസിബിലിറ്റി മാത്രം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിക്വയർഡ് വേർഡ് സെനീത്ത് വരുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിക്വയർഡ് വേർഡ് സെനീത്ത് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന് മുൻപിൽ എത്ര വേർഡ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത വേർഡ്സിനെ കൂട്ടിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് 120 + 120 + 120 + 120 + 120, അതായത് 5 തവണ 120 +6 +6 +2 +1 +6 +6 +2 +1. ഇതും കഴിഞ്ഞിട്ടാണ് സെനീത്ത് എന്ന വേർഡ് വരുന്നത്. That is, therefore, a rank of the word zenith, എന്ന് പറയുന്നത് 120 + 120 + 120 + 120 + 120. ഓക്കെ, ഇത്ര പ്ലസ് 6 + 6 + 2 + 1 2 + 1. അപ്പൊ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 620 + 12 is 632 632 + 3 6 sorry 6 1 3 4 5 5 600 600 + 12 612 612 + 3 615. അതായത് സെനീത്ത് എന്ന വേർഡിന് മുമ്പേ 615 നമ്പർ ഉണ്ട്. 615 ഉണ്ട്. ആ 615 നമ്പർ കഴിഞ്ഞിട്ടാണ് സെനീത്ത് എന്ന വേർഡ് വരുന്നത്. നോക്കുക, അതിന് മുൻപ് 615 നമ്പർ ഉണ്ട്. 615 നമ്പർ കഴിഞ്ഞിട്ട് 616ാമതാണ് സെനീത്ത് എന്ന നമ്പർ വരുന്നത്, സെനീത്ത് എന്ന വേർഡ് വരുന്നത്. അപ്പോ എന്താണ്, ഡിക്ഷണറിയില് സെനീത്ത് എന്ന വേർഡിന്റെ റാങ്ക് 616ാമതാണ്. when considering the dictionary, ഡിക്ഷണറി എന്നല്ല, മീൻസ് ഈ ഒരു അറേഞ്ച്മെന്റ് എല്ലാം മീനിങ് ആണ്. നമ്മൾ മീനിങ് വേർഡ്സ് മാത്രമല്ല ഡിക്ഷണറി കാണാറുള്ളൂ. നമ്മൾ ഈ അറേഞ്ച് ചെയ്തതെല്ലാം മീനിങ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 616ാമതാണ് നിങ്ങളുടെ സെനീത്ത് എന്ന വേർഡ് വരുന്നത്. അപ്പൊ ഞാൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. മുഴുവനായിട്ട് 720 വേർഡ്സ് ആണ് സെനീത്ത് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ വേർഡിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ കൂട്ടത്തില് ഇയാളെ ആൽഫബറ്റിക് ഓർഡർ, ഈ അറേഞ്ച്മെന്റുകളെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത് വരും സെനീത്ത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ആൽഫബറ്റിക് ഓർഡറിൽ തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ഇ എന്ന നമ്പറാണ്. പിന്നെ എച്ച്, പിന്നെ ഇ എന്ന ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. പിന്നെ എച്ച് തുടങ്ങും, ഐ തുടങ്ങും, എൻ തുടങ്ങും, ടി തുടങ്ങും. അപ്പൊ അതെല്ലാം ഇസഡിന് മുൻപെയാണ് വരുന്നത്, ഇസഡ് തുടങ്ങുന്നതിന് മുമ്പെയാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ആസ് വൺ പ്ലേസ് ഫിക്സ്ഡ് ആയതുകൊണ്ടാണ് 120 + 120 + 120 + 120 5 ടൈംസ് കഴിഞ്ഞു. ഇനി അടുത്ത് ഇസഡ് തുടങ്ങുന്ന വേർഡ് എത്തി, ഇസഡ് ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് ഇസഡ് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ വരേണ്ട ഇ ആണ്. പർട്ടിക്കുലർലി സെനീത്തിന് ഇ തന്നെയാണ് വരുന്നത്. അപ്പൊ ആ കാറ്റഗറിയിലുള്ള ആളാണ് സെനീത്ത്. അപ്പൊ ഇസഡ് ഇ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരേണ്ട ആൽഫബറ്റിക് ഓർഡറിൽ എച്ച് ആണ്. പക്ഷെ സെനീത്ത് എന്നിലാണ്, മൂന്നാമത്തെ വേർഡ് എന്നിലാണ് വരാനുള്ളത്. അപ്പൊ ഇസഡ് ഇ എച്ച്. അപ്പൊ ഇസഡ് ഇ എച്ച് തുടങ്ങുന്ന വേർഡ് എന്ന് പറയുമ്പോൾ 3 പ്ലേസ് ഫിക്സ്ഡ് ആണ്. അപ്പൊ 3 ഫാക്ടോറിയൽ, ബാക്കി 3 പ്ലേസ് നോക്കിയാൽ മതി. അപ്പൊ 3 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 6. ഇസഡ് ഇ എച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ വരേണ്ട ഇസഡ് ഇ ഐ ആണ്. പക്ഷെ നമ്മുടെ ആളല്ല. ഇസഡ് ഇ ഐ എന്ന് പറയുമ്പോൾ വീണ്ടും 3 പ്ലേസ് ഫിക്സ്ഡ് ആണ്, 3 പ്ലേസ് ഫിക്സ്ഡ് അല്ല. അപ്പൊ ആ 3 പ്ലേസിൽ 3 ഫാക്ടോറിയൽ. ഇസഡ് ഇ ഐയും കഴിഞ്ഞിട്ടാണ് ഇസഡ് ഇ എൻ വരുന്നത്. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഇസഡ് ഇ എൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആളെത്തി, സെനീത്തിന്റെ ആളെത്തി, ഇസഡ് ഇ എൻ എത്തി. അപ്പൊ ഇസഡ് ഇ എൻ എത്തി.
ഇനി അടുത്ത വേർഡ് ZEN കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് H ആണ്. H നമ്മുടെ കാറ്റഗറിയിലുള്ള ആളല്ല. ആൽഫബറ്റിക് ഓർഡറിൽ വരേണ്ട H ആണ്. H നമ്മുടെ കാറ്റഗറിയിലുള്ള ആളല്ല. അപ്പൊ അവരെത്ര പേരുണ്ടെന്ന് നോക്കണം. ദാറ്റ് ഈസ് 4 പ്ലേസ്ഡ് ഫിക്സ്ഡ്, ബാക്കി 2 പ്ലേസ്ഡ്, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 2. ZEH കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡർ കഴിഞ്ഞാൽ അടുത്ത് വരാനുള്ള ZEI ആണ്. അത് നമ്മുടെ സെനീത്തിന്റെ കാറ്റഗറിയിൽ പെട്ട ആളാണ്, കുഴപ്പമില്ല. ഇനി ZENI കഴിഞ്ഞ അടുത്ത ആൽഫബറ്റിക് ഓർഡറിൽ വരാനുള്ളത് H ആണ്. H പക്ഷേ H നമ്മുടെ സെനീത്തിന്റെ കാറ്റഗറിയിൽ പെട്ട ആളല്ല. അതായത് 5 പ്ലേസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, 1 പ്ലേസ് ഫിക്സ് ചെയ്തിട്ടില്ല. അതെന്തായാലും T ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരേ ഒരു പോസിബിലിറ്റി. ഇതും കഴിഞ്ഞിട്ടാണ് സെനീത്ത് വരുന്നത്. അവിടെ ഞാൻ ഒരു 1 ഇട്ടിട്ടുണ്ട്. അപ്പോ സെനീത്തിന്റെ മുമ്പേ 120 + 120 + 120 5 പ്രാവശ്യം പ്ലസ് 6 + 6 + 2 + 1. അപ്പൊ 615 പേര് അതിന് മുമ്പിലുണ്ട്. അതിനുശേഷം 616ാമതാണ്. അതുകൊണ്ടാണ് +1 ഇട്ടത്. 616ാമതാണ് സെനീത്ത് വരുന്നത്. And hence we are done.